അതിര് വിട്ട് അടി വാങ്ങിക്കുന്നതാണ്. ധ്രുവിക്രമ കണ്ടു വന്നപ്പോൾ ഞാൻ യു ആർ ലുക്കിംഗ് ഗുഡ് ബ്രോ എന്ന് പറഞ്ഞപ്പോൾ സെയിം ടു യു എന്ന് പറഞ്ഞു. സെയിം ടു യു. പിന്നെ ഞാൻ ആലോചിച്ചു സെയിം ടു യു ഓക്കെ ആണോ, നമ്മളത് ഹാപ്പി തന്നെ. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അപ്പോൾ പറഞ്ഞു യു ആർ ലുക്കിംഗ് ഗുഡ് ടു എന്ന് പറഞ്ഞാൽ യു ആർ ലുക്കിംഗ് ഗുഡ് ടു, അത് സെറ്റ്, ഓക്കെ യു ആർ ലുക്കിംഗ് ഗുഡ് ടു പറഞ്ഞാൽ മതി ഇനി ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞ് യു ആർ ലുക്കിംഗ് ഗുഡ്, യു ആർ ലുക്കിംഗ് ഗുഡ് ടു. അപ്പാണ് കല്യാണി വന്നത്. ലോക്ക കല്യാണി വരുന്നു. അപ്പൊ കല്യാണി വന്നിട്ട് യു ആർ ലുക്കിംഗ് ഡാപ്പർ ബ്രോ എന്ന് പറഞ്ഞു. ലോഗോയിലുള്ളതാണല്ലോ ഡയപ്പർ. വെള്ളം ഇട്ടോണ്ടാണോ ഇനി ഡയപ്പർ? ഡാപ്പർ യു ആർ ലുക്കിംഗ് ഡാപ്പർ ബ്രോ. അപ്പോൾ യു ആർ ലുക്കിംഗ് ഗുഡ് ടു പറയാൻ പറ്റില്ലല്ലോ അവിടെ. പക്ഷെ അവിടെ ഞാൻ യു ആർ ലുക്കിംഗ് ഗുഡ് ടു കല്യാണി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡാപ്പർ കൊള്ളാം, ഇത് അപ്പുറത്ത് ഇഷാൻ കട്ടറുണ്ട്, പുള്ളിയുടെ അടുത്ത് പോയി ഇത് ഇറക്കാം, യു ആർ ലുക്കിംഗ് ഡാപ്പർ ബ്രോ. പുള്ളിക്കൊരു സന്തോഷം. അവനെന്താ വിചാരിച്ചത് അവനറിയാം. ഞാൻ യു ആർ ലുക്കിംഗ് ഗുഡ് ടു, യു ആർ ലുക്കിംഗ് ഗുഡ് ടു സെറ്റ് ആയിട്ടിരിക്കുക മനസ്സിൽ. അപ്പോഴാണ് പുള്ളിക്കാരി വന്നിട്ട് ബേസിൽ ഐ ലവ് യു എന്ന് പറഞ്ഞു. ഐ ലവ് യു ടു എന്ന് പറഞ്ഞു പുള്ളിക്കാരി. അതെ അല്ല അങ്ങനല്ല, യു ആർ ലുക്കിംഗ് ഗുഡ് ടു. അയ്യോ ഐ ലവ് യു എന്നല്ല പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനാ യു ആർ ലുക്കിംഗ് ഗുഡ് ടു പറഞ്ഞത്? അത് താങ്ക്സ്. നേരത്തെ ഞാൻ എന്താ അവിടെ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ ഇനി തൊട്ടാ അടുത്ത ആഴ്ച ഗാനമേളയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. നീയും എന്നെ പോലൊരു മിടുക്കനാ. ഗാനമേളക്ക് എന്താണോ കുഴപ്പം? അല്ല അപ്പൊ ഇവരെന്നെ പിന്നെ നിങ്ങൾ എന്നെ തിരുത്തിയത്. നിങ്ങൾ വന്നിട്ട് പറഞ്ഞു ഗാനമേളയല്ല കോൺസേർട്ട് എന്ന് പറഞ്ഞത്. എന്തിനാ? ഞങ്ങൾ ബാൻഡിന്റെ കൂടെ പെർഫോം ചെയ്യും, അതുകൊണ്ട് അത് ഗാനമേളയാവില്ലേ? ഓർക്കസ്ട്രയുടെ കൂടെ. ഓ അങ്ങനെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ കോൺസേർട്ട്. അപ്പൊ പുള്ളി ഏതോ വയനാട്ടിൽ ഏതോ ഉത്സവത്തിന് കോൺസേർട്ട്. ഷാൻചേട്ടന്റെ കൺസേർട്ടിനെ വന്നിട്ടുണ്ട്. അന്ന് ബേസിൽ ചേട്ടനൊക്കെ വന്ന കൺസേർട്ട് ഇവിടെ എറണാകുളത്ത് നടത്തിയത്. കൊച്ചി. എന്നിട്ട് ഈ കൺസേർട്ടിനെ കയറുമ്പോഴത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ കോൺസേർട്ട് ആണോ കൺസേർട്ട് ആണോ? കോൺസേർട്ട്. എന്റെ തെറ്റി. BVLGARI ഒന്ന് പറഞ്ഞേ. BVLGARI ബി ചിലപ്പോ സൈലന്റ് ആയിരിക്കും, എന്നാലും മൊത്തത്തിൽ സൈലന്റ് ആയിട്ടിരിക്കുന്നു. അതായിരിക്കും നല്ലത്. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. BVLGARI വിൽഗാരി. വിൽഗാരി വൾഗാരി. ഓ ബി യു ഇല്ലല്ലോ ഇതിനിടക്ക്. വൾഗാരി എന്നല്ല, ബുൾഗാരി. ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു. സോറി. ഇവിടെ ഇരുന്ന് വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് പറയണ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ആ കോൺഫിഡൻസ് എനിക്ക് തന്നെ ടെൻഷൻ. ഈശ്വര വൾഗാരി എന്നായിരുന്നു എന്റെ മനസ്സിൽ. ബുൾഗാരി വൾഗാരി. ചേച്ചി ഒരു സ്ഥലത്ത് എങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി മാന്യമായിട്ട് ആ പെർഫ്യൂം അങ്ങനെ കടയിൽ പോയി ചോദിക്കും. അതെ, ഒരു വൾഗർ പെർഫ്യൂം, വൾഗാരി പെർഫ്യൂം. ഒരു ബോട്ടിൽ വൾഗാരി വീട്ടിൽ കയറ്റാൻ കൊള്ളുവോ ആ പെർഫ്യൂം? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് എന്റെ നേരെ വരും. നമുക്ക് പോവാം. ചോദ്യം ചോദിക്കല്ലേ ചോദിക്കുന്നത്. ഞാൻ പോകുന്നു. ബൈ ബൈ.